നമ്മുടെ ആവശ്യം നേടും വരെ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് പിന്മാറൂല. ഗവൺമെന്റ് ഒന്ന് മനസ്സ് വെച്ച 1 മണിക്കൂർ പോലും വേണ്ട. 1 വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അധികാര രാജാക്കന്മാരുടെ തിരുമുറ്റത്ത് കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്ക് മുന്നിൽ കുറച്ച് പാവം സ്ത്രീകൾ നടത്തുന്ന സമരമാണ്. 2 മാസം പൂർത്തിയാക്കി 63ാം നാളിലാണ് ആശമാരുടെ സമരം. മുട്ടിലിഴഞ്ഞും ശയനപ്രതിഷ്ഠം നടത്തിയും കല്ലുപ്പിൽ മുട്ടുകുത്തു നിന്നും ദയാപൂർവ്വം വിലപിച്ചും വനിതാ CPOമാരുടെ സമരവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാവുന്ന സമരങ്ങളാണ്. പരിഹരിക്കാവുന്ന സമരങ്ങളെ പരിഹരിക്കേണ്ടതില്ല എന്നൊരു ഇടത് സർക്കാർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് സ്ത്രീകളാണെന്ന് പോലും നോക്കാത്ത ഇത്ര വലിയ മനുഷ്യവിരുദ്ധത? എന്തുകൊണ്ടാണ് ഒരു ഇടത് സർക്കാർ ഇത്രയും വലിയ അടിസ്ഥാന വർഗ വിരുദ്ധത, മുഷ്ക്, ധാർഷ്ട്യം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ആശാ സമരസേതാവ് ശ്രീമതി മിനി ചേരുന്നുണ്ട്. ഹനീന CS വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡറാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കലോട്, BN ഭാസ്കർ, ശ്രീ TP ജയന്തൻ മാസ്റ്റർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീമതി എസ് മിനിയിലേക്ക് പോകുന്നു. ശ്രീമതി എസ് മിനി, നിങ്ങൾ ഇന്ന് യോഗം കൂടി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം എടുക്കുന്നു. നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ ചർച്ചയിൽ വരുന്ന ഈ സമരസമിതി നേതാക്കളോടൊക്കെ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു തരത്തിലും സർക്കാർ കേൾക്കില്ല എന്ന് വെക്കുമ്പോൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടന്നു, തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടന്നു. പക്ഷേ വഞ്ചി തിരുനക്കരെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഒരു ക്രിയാത്മകമായ തീരുമാനം എടുക്കില്ല എന്നൊരു വാശി പോലെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കുന്നു ശ്രീമതി മിനി, എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഈ കേരളത്തിലെ 99% ആളുകളും പൊതുസമൂഹവും ഈ സമരത്തോടൊപ്പമാണ്. നികുതി കൊടുക്കുന്ന ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ നൽകിയ നികുതിയിൽ നിന്നും ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കണം. 233 രൂപയിൽ നിന്ന് അവർക്ക് വർധന ഉണ്ടായേ പറ്റുള്ളൂ. അത് നികുതി കൊടുക്കുന്ന ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി ആരാണ് പറയേണ്ടുന്നത്? ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് നികുതിയുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവരെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ്. അവരത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കാണ് പിടിവാശി? പണിയെടുക്കുന്ന ആളുകൾ കൂലി ചോദിച്ചാൽ കൂലി കൊടുക്കാതിരുന്നിട്ട് മാടമ്പിത്തരം കാണിക്കുന്നതാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇതൊരു പിടിവാശിയുടെ വിഷയമല്ല. ഇതിന് എത്ര ദിവസം പോകേണ്ടി വന്നാലും ഈ സ്ത്രീ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിക്കൊണ്ടേ പോകുള്ളൂ. ഇവിടെ രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തിയാണ് സ്ത്രീകളെന്ന് പൊതുവേദിയിൽ വന്ന് സംസാരിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനും തൊഴിലെടുക്കാനും പറ്റിയ അവകാശങ്ങൾ നേടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂലിക്കൂടുതലിന് വേണ്ടി സമരം ചെയ്യുന്നത് അതിനേക്കാൾ വലിയ സമരപ്രവർത്തനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. മുൻപേ കടന്നുപോയ ആളുകൾ നിർവഹിച്ച ഇവിടെ ഈ തൊഴിലാളികളുടെ മൊത്തക്കച്ചവടക്കാർ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മൊത്തം കുത്തക എന്ന് അവകാശപ്പെടുന്ന 2 ട്രേഡ് യൂണിയനാണല്ലോ CITയും INTUCയും. അവരുടെ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മറന്ന് CITയുവിനൊപ്പം ഒരു ഘട്ടം വരെ പ്രത്യക്ഷമായി നിൽക്കുക. ഇപ്പോൾ ഒന്ന് പിന്നോട്ട് പോയിട്ട് അടിസ്ഥാനപരമായി നിങ്ങളുടെ സമരത്തിന് എതിരാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായ ചർച്ചയിൽ പോലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു INTUC എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീമതി മിനി, ഇത് ഏതെങ്കിലും തരത്തിൽ സമ്പന്നരായ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സമരമല്ല. അന്നന്നത്തെ അന്നത്തിന് വീട് പട്ടിണിയിലായി പോവാതിരിക്കാൻ ആ ദിവസം കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പോറ്റുന്ന കുറച്ച് സ്ത്രീകളാണ് അവിടെ സമരത്തിൽ. അത് സർക്കാർ നന്നായി അറിയാം, നല്ലവണ്ണം അറിയാം. അപ്പോൾ കുറേ അധികം നാൾ നിങ്ങൾ അവിടെ കിടന്നതിന് ശേഷം എഴുന്നേറ്റ് പൊക്കോളും, വേറെ നിവൃത്തിയില്ലാതെ കുടുംബം പട്ടിണിയിലാകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളും എന്ന ചിന്ത ഈ സർക്കാരിനുണ്ടോ ശ്രീമതി മിനി? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരെ ഭരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഗതികെട്ട് ആളുകൾ എഴുന്നേറ്റ് പോകുമെന്ന് തന്നെയാണ്. പക്ഷേ ഒന്ന് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, 18 വർഷം ഗതികെട്ടതിന് ശേഷമാണ് ഇവിടെ ഈ തെരുവിൽ വന്ന് സമരം ചെയ്യുന്നത്. അതിനേക്കാൾ വലിയൊരു ഗതികേട് ഈ സമരമുഖത്തിന് ഉണ്ടാകാൻ ഇടയില്ല. എന്ന് മാത്രമല്ല, 18 വർഷം കഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. എന്താണ് ആശമാർ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്രമം എന്താണെന്ന് അറിയുന്നുണ്ട്. ഈ 18 വർഷക്കാലം ഇല്ലായിരുന്നു. ഇത് പൊതുസമൂഹം പിന്തുണയ്ക്കുകയാണ്, സഹായിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും
ഈ സമരത്തിൻ്റെ ന്യായയുക്തത നിങ്ങൾ ഓർക്കണം. 63 ദിവസം തെരുവിൽ സമരം ചെയ്തിട്ട് ഊർജ്ജമൊട്ടും ചോരാതെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ധാരാളം സമരങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരെ താഴെ ഇറക്കാൻ വേണ്ടി നടന്ന സമരം 4-ാം ദിവസം കക്കൂസിലെന്ന് പറഞ്ഞ് പോയ ആളുകളാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ത്രീകൾ വന്ന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സ്ഥലമില്ലാത്ത ഇടമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഈ 63 ദിവസം സമരം അതിജീവന സമരം നടത്തുകയാണ്. ഇതൊരു അതിജീവന സമരം. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അതിജീവന സമരം തന്നെയാണ്. പണിയെടുക്കുന്ന ആളുകൾ പണിക്ക് വേണ്ടിയിട്ട് കൂലി ചോദിച്ചുകൊണ്ട്, അവർ തൊഴിൽ ചോദിച്ചുകൊണ്ട്, ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലുള്ള പെൺകുട്ടികളടക്കം അവരുടെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ആരാണ്? ഒരു ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന അടുത്ത് നമ്മളിത് കാണുകയാണ്. ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയ തൊഴിൽ മന്ത്രി നിങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ചുമ്മാ കേട്ടോ. ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഒരു വിഭാഗം ആശാപ്രവർത്തകരുടെ ആശാ സമരം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് വി ശിവൻകുട്ടി പറയുകയാണ്. സാംസ്കാരിക നായ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാണ്? ഇന്നലത്തെ ആ പൗര സദസ്സിനോടുള്ള പ്രതികരണമാണ് കേട്ടോ. സച്ചിദാനന്ദൻ അടക്കമുള്ളവർ പങ്കെടുത്ത പൗര സദസ്സ് പ്രതികരണമാണ്. ആരംഭത്തിൽ ലഭിച്ച ഇൻസെന്റീവ് മാത്രമാണ് ഇപ്പോഴും കേന്ദ്രം. ഇപ്പോൾ നടക്കുന്ന സമരം ചെറിയൊരു വിഭാഗം ആശമാരുടേതാണ്. 26,125 ആശമാരിൽ 99% ഫീൽഡിൽ സേവനത്തിലാണ്. അപ്പോൾ ഈ പഴയ രീതിയിൽ ഇടതുവിരുദ്ധ സമീപനമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവരുടെ ശതമാനം എത്രയാണ്? പോട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് രാജ്യത്തുടനീളം കിട്ടിയ വോട്ടിന്റെ ശതമാനം എടുത്താൽ രാജ്യത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആ പാർട്ടിക്ക് മിണ്ടാൻ അവകാശമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ വർത്താനം തൊഴിൽ മന്ത്രി ആവർത്തിക്കുന്നു. ഞാൻ എത്താം ശ്രീമതി മിനി. ഞാനാണെങ്കിൽ എന്താണ് CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ കൂടി പോകുന്നു. ഹനീന, നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും തൊഴിൽ നൽകാൻ കഴിയില്ല. ഇപ്പോൾ ആശമാരുടെ സമരത്തെ അധിക്ഷേപിക്കും പോലെ നിങ്ങൾ മഴവിൽ സഖ്യമാണെന്നോ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണെന്നോ, നിങ്ങൾ SDP ആണെന്നോ ഒന്നും, അല്ലെങ്കിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാനാണ്, അല്ലെങ്കിൽ വിമോചന സമരമാണ് എന്നൊക്കെ പറയുന്ന കെട്ടുകഥകൾ നിങ്ങളെപ്പറ്റി പറയുന്നില്ല. നിങ്ങളെപ്പറ്റി സർക്കാർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആവശ്യം പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് സർക്കാർ പിന്നെയും ആവർത്തിക്കുന്നത്. ആശമാരെ പ്രഹസനത്തിനെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചു, നിങ്ങളെ അതിനെങ്കിലും വിളിച്ചോ ഹനീന? ഇല്ല, ഞങ്ങളെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല സാർ. ഇതുവരെ നിങ്ങൾ പല രീതിയിൽ സമരത്തിന്റെ രൂപം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കല്ലുപ്പിൽ മുട്ടുകുത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ വെയിലത്ത് ശയനപ്രദർശനം നടത്തുന്നുണ്ട്. പല രീതിയിൽ നിങ്ങൾ സമരത്തിന്റെ പല പല മാർഗങ്ങൾ ഈ സർക്കാരിന്റെ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? 900 ചിഹ്നം വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കുറച്ചു പേർ കൂടിയെങ്കിലും ജോലി കിട്ടണം. അത് തികച്ചും ന്യായയുക്തമായ ആവശ്യമാണല്ലോ. നിങ്ങൾ പറയുന്ന ഈ പറയുന്ന വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ നോക്കിയാൽ നിങ്ങളുടെ ആവശ്യത്തെ പരോക്ഷമായെങ്കിലും ഒരു പരിധി വരെയെങ്കിലും പരിഗണിക്കാനുള്ള വേക്കൻസി അവിടെ കിടപ്പുണ്ട്. എന്നിട്ടും സർക്കാർ അതിന് തയ്യാറാവാത്ത എന്താകും ഹനീന? തീർച്ചയായിട്ടും സാർ, കാരണം 14 ജില്ലയിലുള്ള കുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ 11 മാസത്തോളം ഇവിടെ കയറി ഇറങ്ങിയിട്ടും നമ്മളോട് അധികാരികൾ പറഞ്ഞിരുന്നതും ഇതുപോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് വേക്കൻസികളുണ്ട്, നിങ്ങൾക്ക് വരും, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ 11 മാസം തള്ളി നീക്കി. ഇപ്പം തന്നെ പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ നേരം വൈകി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നു. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾ 11.5 മാസത്തോളം ഈ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടക്കുമ്പോൾ അവിടെയുള്ള അധികാരികൾ ഞങ്ങളോട് പോസിറ്റീവായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. നിങ്ങൾക്ക് വേക്കൻസി വരും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ബൾക്ക് വേക്കൻസീസ് വരുന്ന ഒരു സമയം. അപ്പം ഞങ്ങളും പ്രതീക്ഷിച്ചു ഫെബ്രുവരി ആകുമ്പോൾ വരുമായിരിക്കും. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴും അധികാരികൾ നമ്മളോട് പറഞ്ഞിരുന്നത് വരും, നിങ്ങൾക്കുള്ള വേക്കൻസി വരും, അല്ലാതെ വരില്ലാന്നോ, അതായത് തീരെ വരില്ല, നിങ്ങളിതിന് നോക്കണ്ടെന്നൊന്നും ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുമില്ലേ? അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്ര വേക്കൻസി വരും എന്ന് പ്രതീക്ഷിക്കും. കാരണം വർഷങ്ങളായിട്ട് ഒരു 1 ഇയർ കാലാവധിയുള്ള 14 ജില്ലയിലുള്ള കുട്ടികൾ സ്റ്റേറ്റ് വഴി ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാത്രമേ 8 മാസമായിപ്പോൾ ഒരൊറ്റ സെക്ഷൻ എടുത്തിട്ടുള്ളൂ. ഇതിന് മുന്നേ 8 മാസമൊക്കെ ആകുമ്പോൾ 2 ബാച്ച് കയറി വരുന്നിടത്താണ് ഇപ്പം നിലവിൽ വെറും 292 നിയമനം നടത്തിയിട്ട് ഒരു സെക്കൻഡ് ബാച്ചിന് പോലും സാധ്യതയില്ലാതെ ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഞങ്ങളുടെ ലിസ്റ്റ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 11 മാസത്തെ കയറി ഇറങ്ങലിന് ശേഷം ഞങ്ങൾ കടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നിസ്സഹായാവസ്ഥ എങ്ങനെയെങ്കിലും അധികാരികളെ അറിയിക്കണം. അതിനി സമരം എന്ന് പേരിടണോ, സഹന സമരം എന്ന് പേരിടണോ, വിമോചന സമരം എന്ന് പേരിടണോ, അതെല്ലാവർക്കും തീരുമാനിക്കാം. കാരണം ഞങ്ങൾ ഒരു പാർട്ടിയുടെ പിന്തുണ ഇല്ലാണ്ടാണ് സ്വന്തമായിട്ട് ഫണ്ട് പിരിച്ച് സ്വന്തമായിട്ട് എല്ലാം ചെയ്താണ് ഈ തെരുവോരത്ത് ഞങ്ങൾ കിടന്നുകൊണ്ടിരിക്കുന്നത് സാർ. ഓക്കെ,
ഞാൻ ശ്രീ ബീനാസ്കറിലേക്ക് എത്തും മുമ്പ് സച്ചിദാനന്ദൻ ഇന്നലത്തെ ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം മനസാക്ഷി മരവിച്ചു പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും എന്തെങ്കിലും പുരസ്കാരമോ എന്തെങ്കിലും അപ്പക്കഷ്ടമോ പ്രതീക്ഷിക്കാത്ത കുറച്ച് സാംസ്കാരിക നായകർ ഇന്നലെ അവിടെ കൂടി എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ വൈകലാണ്. ആ കൂടൽ വല്ലാതെ വൈകലാണെങ്കിൽ കൂടി കൂടിയല്ലോ. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിജീവികൾ കുറച്ച് സമയമെടുക്കുമായിരിക്കാം. സച്ചിദാനന്ദന്റെ വാക്കുകളൊന്ന് കേൾക്കാം. കേരള ഗവൺമെന്റിന്റെ നിർഭാഗ്യകരമായ മറുപടികൾ നാം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പലതരത്തിൽ നിർഭാഗ്യകരമാണ്. എങ്കിലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയം തന്നെ ആയി മാറുന്നു. ഇതേ ആളുകൾ പറയുന്നു ഓണറേറിയം 7000 രൂപ വരെ വർദ്ധിപ്പിച്ചത് കേരളത്തിലെ സർക്കാർ ആണ് എന്ന്. എങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു ചെറിയ വർധന കൂടി നൽകി ഈ ഓണറേറിയം കൂട്ടി നൽകി ഈ സമരം അവസാനിപ്പിച്ചുകൂടാ? കേരള ഗവൺമെന്റ് പലപ്പോഴും ഉയർത്തിക്കാണുന്ന മറ്റൊരു വാദം 1% തൊഴിലാളികൾ മാത്രമാണ് സമരം ചെയ്യുന്നത് എന്ന്. ഇത് നുണയാണ്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ശരിയാണ്, ഇവർ ഒരു ന്യൂനപക്ഷമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഭരിക്കുന്ന കക്ഷിയുടെ തൊഴിലാളി യൂണിയൻ ഭരിക്കുന്ന കക്ഷിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് നമുക്ക് മറന്നു പോകരുത്. ഭരണവും സമരവും എന്ന EMS മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ കാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അധികാരം ആ മുദ്രാവാക്യത്തെ നിശബ്ദമാക്കി. അവരൊരു ന്യൂനപക്ഷമാണ് എന്ന വാദം ഇന്നത്തെ ഹിന്ദുത്വവാദികളെ പൂർണ്ണമായും അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമാണ് എന്ന് ബോധ്യമുള്ളവരിലേക്ക് പോകുന്നു. ശ്രീ ബി എൻ ആസ്കർ, ഇവിടെ 232 രൂപയാണ് ഇവർക്ക് കൂലിയെന്നും വിലക്കയറ്റം കൊടികുത്തി വാഴുന്ന കേരളമെന്ന സംസ്ഥാനത്ത് 232 രൂപയ്ക്ക് ഒരു ചുക്കും നടക്കില്ലെന്നും കേവലം 300 രൂപയാണ് ഏറ്റവും ഒടുവിൽ അവരുടെ ആവശ്യമെന്നും ആ 300 ഒരു ദിവസം 300 രൂപ എന്നത് സാധ്യമാക്കി കൊടുക്കാനുള്ള പാങ്ങ് അല്ലെങ്കിൽ അതിനുള്ള ആവത് ഈ സർക്കാരിനുണ്ട് എന്നും അത് സർക്കാരിന്റെ പൊതുഖജനാവിൽ അത്ര വലിയ ബാധ ഉണ്ടാക്കില്ല എന്നും പകൽ പോലെ ഈ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. ഈ പറയുന്ന ആശമാരെ പള്ളു വിളിക്കുന്ന ഈ പറയുന്ന സൈബറുകാർക്കല്ലാതെ താങ്കൾക്ക് അക്കാര്യം അറിയാം. അത് ചെയ്യാത്തത് എന്താണ് എന്ന കേരളത്തിന് ഒന്നാകെയുള്ള ചോദ്യം സച്ചിദാനന്ദൻ കുറച്ച് വൈകി ചോദിച്ചു വന്നതേ ഉള്ളൂ. അല്പസമയം മുൻപും വി ശിവൻകുട്ടി പറയുന്ന ഈ പറഞ്ഞ 1% തിയറി ഉണ്ടല്ലോ, അത് ഹിന്ദുത്വവാദികളുടെ തിയറിയാണെന്ന് കൂടി സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ചാപ്പകളുടെ വരവായിരിക്കും അല്ലേ ശ്രീ ബി എൻ ആസ്കർ? സച്ചിദാനന്ദന് ഇടതുപക്ഷത്തെ എല്ലാ കാലവും കൂടെ നിന്ന CPM-ന് വേണ്ടി പലപ്പോഴും വോക്കലായി നിന്ന സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തൊക്കെ ഇരുന്ന സച്ചിദാനന്ദൻ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ചാപ്പ ഇനി എന്താകും ആസ്കർ? അത് SDPക്കാരൻ്റെ ചാപ്പയായിരിക്കോ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ചാപ്പയായിരിക്കോ, RSSകാരൻ്റെ ചാപ്പയായിരിക്കോ, അതോ ഈ മഴവിൽ മുന്നണിയുടെ ചാപ്പയായിരിക്കോ, മാവോയിസ്റ്റ് ചാപ്പയായിരിക്കോ? സച്ചിഭാഷ നിങ്ങൾ വെച്ചിരിക്കുന്ന ചാപ്പ എന്താണ് ശ്രീ ഭാസ്കർ? ഹാഷ്മി, ഇതിൽ ശ്രീ സച്ചിദാനന്ദനായാലും മറ്റ് സാംസ്കാരിക നായകന്മാരായാലും അവർ കാണാത്തതോ അവർ അറിയാത്തതോ പഠിക്കാത്തതോ ആയിട്ടുള്ളൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നു എന്ന ഖേദകരമായിട്ടൊരു സാഹചര്യമാണ്. സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ ഒരു സമര മുന്നണിയായി നിന്ന് 63 ദിവസമായി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞാനടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരം വേദനകൾ തോന്നാറുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സമരത്തിലേക്ക് ഈ നയിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ തന്നെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ സമരങ്ങൾ ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ ഭരണകൂടം ആ സമരത്തോടൊപ്പം തന്നെ ആ സമര മുന്നണികളുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ 3 ഘട്ടങ്ങളായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. NHM ഡയറക്ടർ ചർച്ച നടത്തി, മന്ത്രിതലത്തിൽ ചർച്ച നടത്തി, തൊഴിൽ മന്ത്രി തലത്തിൽ ചർച്ച നടത്തി. ഈ താങ്കൾക്ക് തന്നെ ആ ചർച്ചകൾ വെറും പ്രഹസനം മാത്രമാണെന്നും ആ ചർച്ചകൾ ഈ സമരം പരിഹരിക്കാനുള്ള ചർച്ചകളല്ലെന്നും ഈ സമരത്തിന് അനുകൂലമായി കേരളത്തിന്റെ മനസാക്ഷി ഉണരുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ കാണിക്കുന്ന ഉഡായിപ്പാണെന്നും എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്രീ ഭാസ്കർ? അല്ലെങ്കിൽ 232 രൂപ ദിവസം എന്നുള്ളത് 300 രൂപയ്ക്ക് തരണം, അല്ലെങ്കിൽ ഒരു 3000 രൂപയെങ്കിലും കൂട്ടിത്താ സർക്കാരെ എന്ന് പറയുന്ന ആവശ്യം അംഗീകരിച്ചിട്ട് ബാക്കി കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? അപ്പോൾ ഈ സർക്കാർ ഏതോ കമ്മിറ്റി വെച്ച് പഠിക്കാന്നാ പറയുന്നത്. പുതുച്ചേരിയിൽ 10,000 12,000 ആക്കി, ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല. കേരളത്തിൽ 1000 7,000 ആക്കി, ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല. ഉഡായിപ്പ് ചർച്ചകളെ വിട് ഭാസ്കർ. അതൊക്കെ ഒന്നാം തരം പറ്റിക്കലാണ്, കളിപ്പിക്കലാണ്, കണ്ണിൽ പൊടിയിടലാണ്.
അല്ല ഹാഷ്മി, ഏതൊരു ചർച്ചയിലേക്ക് പോകുമ്പോഴും ഒരു സംവാദത്തിന് ഇടമുണ്ടാകുമ്പോഴും ആ സംവാദങ്ങളെല്ലാം ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാടെടുത്തുകൊണ്ട് ഗവൺമെൻറ് സമീപിക്കുന്നു എന്ന സമീപനത്തിൽ തന്നെ ആ ചർച്ചയെ സമീപിച്ചാൽ നിശ്ചയമായും ഇത്തരം ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞ അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയും. കാര്യം ആ ചർച്ചകളൊക്കെ ഉടായിപ്പായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ ഉടായ്പ് കാണിച്ചിട്ടുള്ളത് ഈ സമരസമിതിയാണെന്നുള്ളതാണ് വസ്തുത. അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ടെന്നേ. നിങ്ങൾ ആ അജണ്ട തുറന്നു കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റുന്നു എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കേരളത്തിലെ ആശമാരുടെ സമരം ആശമാരെന്ന് പറയുന്ന 26,125 അംഗങ്ങളുള്ളതിൽ കേവലം 400-ൽ താഴെ ആശമാരാണ് ഇപ്പോൾ തൊഴിലിടങ്ങളിൽ എത്താതിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആളുകളും അവരുടെ സേവന പ്രവർത്തനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സമരസമിതിയുടെ നേതാക്കൾ SUCയുടെ നേതാക്കന്മാരാണ്. ഇപ്പോൾ മിനി ആണെങ്കിലും ബിന്ദു ആണെങ്കിലും ഒക്കെ SUCയുടെ നേതാക്കന്മാരാണ്. ഇതിനു മുമ്പ് പല സമരങ്ങളിലും ഇവരെയൊക്കെ നമ്മൾ പൊതു ഇടത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് SUCക്ക് ഒരു തൊഴിൽ സംഘടനയുണ്ട്, ഒരു ട്രേഡ് യൂണിയൻ സംഘടന UTUC ലെനിൻ സരണി, എന്തുകൊണ്ട് UTUC ലെനിൻ സരണിയുടെ മുഖത്തിൽ ഈ സമരം നടത്തുന്നതിനുള്ള ആർജവം എന്തുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല? അത് തന്നെയാണല്ലേ ഒന്നാമത്തെ ഉടായ്പ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ആ ചോദ്യം അവരോട് ചോദിക്കുന്നില്ല? നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, ആ ട്രേഡ് യൂണിയന്റെ പേരിൽ നിങ്ങൾ എന്തുകൊണ്ട് വിലക്കയറ്റം കൊടുകുത്തി വാഴുന്ന സകല വിധത്തിൽ നികുതി ഊറ്റിയെടുക്കുന്ന ഒരു സംസ്ഥാനത്ത്, ജനങ്ങളുടെ മണ്ടയടിച്ച് കീറുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അരപ്പട്ടണിക്കാരന്റെ വയൽ കുത്തിരി പിടിച്ച് നികുതി പിരിച്ചെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് വെറുതെ വ്യാജം പറയുന്ന ഒരു സർക്കാരിന്റെ ഒരു സംസ്ഥാനത്ത് ഞങ്ങൾക്കൊരു ദിവസം ജീവിക്കാൻ 232 രൂപ മതിയാവില്ല സാറേ, ഞങ്ങൾക്കൊരു ജീവിക്കാൻ 300 രൂപ വേണം. ഞങ്ങൾ അതിജീവനത്തിന്റെ സമരമാണ്. ശരി, അതവർക്ക് ജീവിക്കാനുള്ള അജണ്ടയാണ്. ജീവിക്കാനുള്ള അജണ്ട വെച്ച് സമരം നടത്താൻ ഈ കേരളത്തിൽ പറ്റില്ലേ? ഉടനെ നിങ്ങൾ ചാപ്പയടിച്ച് കൊന്നുകളയോ? ഹാഷ്മി, 232 രൂപ എന്നത് കേവലം തുച്ഛമായ തുകയാണെന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കാ അതിൻ്റെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? എന്തുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കണം, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം, ഇവരെ സ്ഥിരപ്പെടുത്തണം, ഇവരുടെ തൊഴിലാനുകൂല്യങ്ങൾ നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം നടക്കുന്ന സമരസമിതി എന്തുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നില്ല? എന്തുകൊണ്ട് അതിനുള്ള ആർജവം അവർ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അവർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരം സംസ്ഥാന ഗവൺമെന്റിനെതിരെ നടത്തി. പുതുച്ചേരിയിൽ എണ്ണം കൂട്ടിക്കൊടുത്തു, സിക്കിമിൽ എണ്ണം ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടാണ് അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്? കേവലം 300-400 ആശമാർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് വെച്ചുകൊണ്ട് കേരളം പോലെ 26,125 പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരുള്ള ആശമാർക്ക് ഒരു ദിവസം അധിക ബാധ്യത എത്രയാ? ഈ സർക്കാരിന് അധിക ബാധ്യത എത്രയാണെന്ന് കണക്കുണ്ടോ? ഈ സർക്കാർ ഒരു ബാധ്യതയുമല്ല. അത് സർക്കാരിന്റെ പൊതു സാമ്പത്തികം നോക്കിയാൽ വളരെ തുച്ഛമായ തുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നേ. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറ, ഇവർക്ക് ഒരു മാസം ചില്ലറ കോടികൾ പൊടിക്കാനും മാത്രം കഴിവില്ലാത്തവണ്ണം നമ്മുടെ സാമ്പത്തികാവസ്ഥ മുടിഞ്ഞു മുക്കറിയിട്ടിരിക്കുകയാണ്. ആ ഖജനാവ് അത്രയും ശൂന്യമായി പൂച്ചപറ്റി കിടക്കുകയാണ് എന്ന് തുറന്ന് സമ്മതിക്കണ്ടേ? ഇത് പറയുന്നത് അതല്ലല്ലോ. പറയുന്നത് നമ്മൾ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു, പക്ഷേ ആശമാർക്ക് ഒരു ദിവസം 300 രൂപ കൊടുക്കാൻ നമ്മുടെ പൈസ ഇല്ല. നല്ല ന്യായമാണ്. തുടക്കം മുതലേ കേൾക്കുന്ന ന്യായം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അസ്കർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തുടക്കം മുതൽ ഈ സമരത്തെ പറയാൻ കേട്ട പല പല ന്യായങ്ങൾ നമ്മൾ കേട്ടു. സാക്ഷാൽ എളമരം ഇവരെ പാട്ടപ്പിരിവാറ സമരം എന്ന് വിളിക്കുന്നത് കേട്ടു. സാംക്രമിക രോഗം പറഞ്ഞ കീടാണു എന്ന് പത്തനംതിട്ടയിലെ ഒരു നേതാവിന്റെ അധമ വാക്കുകൾ കേട്ടു. വേറൊരു നേതാവിന് സുരേഷ് ഗോപി ഉമ്മ പോലെ വൃത്തികെട്ട വാക്കുകൾ നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ്. എന്തായാലും നാളുകൾ ഇത്രയാകുമ്പോഴേക്കും അത്തരത്തിലുള്ള വൈകൃത വാക്കുകൾക്ക് ഒരു അറുതിയുണ്ട്. ഇപ്പൊ MA ബേബിയൊക്കെ ബൗദ്ധിക ഭാഷയിൽ വിമോചന സമരം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊരു സമാധാനം ഉണ്ടല്ലോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, നോക്കൂ, നമ്മളൊരു വല്ലാത്ത ഗതികേടിലാണ് ഈ കേരളീയ സമൂഹം നിൽക്കുന്നത്. കേരളത്തിലെ സമൂഹത്തിന് പരിപൂർണമായി അറിയാം ഈ സഹോദരിമാരുടെ സമരം തീർച്ചയായും ന്യായമാണ് എന്ന്. ഈ സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ കുടുംബം കഴിഞ്ഞു പോകാൻ 232 രൂപ പോരാ എന്ന് കേരളീയ സമൂഹത്തിനോട് പറഞ്ഞിട്ട് പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ട് 63 ദിവസമായി. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വേണം, അവർക്ക് സമയബന്ധിതമായി ഓണറേറിയം ലഭിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരരംഗത്തേക്ക് വന്നിട്ട് 63 ദിവസമായി പ്രത്യക്ഷ സമരവുമായി വന്നിട്ട്. അതിനു മുമ്പ് CITU ഇതേ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് ഇതേ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സമരം നടത്തിയല്ലോ, NH മുമ്പിൽ സമരം നടത്തിയല്ലോ, സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തിയല്ലോ. അന്നൊന്നും ഭാസ്കർ ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും CITU ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും ഇടതുപക്ഷം ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും മുഖ്യമന്ത്രി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും ശിവൻകുട്ടി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും MA ബേബി ഇങ്ങനെയല്ലോ പറഞ്ഞത്, അന്നൊന്നും MV ഗോവിന്ദൻ ഇങ്ങനെയല്ലോ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം? ഇവർക്ക് അജണ്ടയുണ്ട്. ഹസ്കർ ഉൾപ്പെടെ പറയുകയാണ് ഇവർക്ക് പ്രത്യേക അജണ്ടയുണ്ട്. എന്ത് അജണ്ട? നിങ്ങൾ പറയുക.
മാധ്യമങ്ങൾ പറയുന്നില്ല, ശരി സമ്മതിച്ചു. പ്രതിപക്ഷം പറയുന്നില്ല, സാംസ്കാരിക നായകർ പറയുന്നില്ല, എല്ലാം സമ്മതിച്ചു. നിങ്ങളൊന്ന് പറ, എന്താ അവരുടെ അജണ്ട? ഇവിടെ സായുധ വിപ്ലവം ഉണ്ടാക്കാനാണോ? ഈ സംസ്ഥാനത്ത് ഭരണം അട്ടിമറിക്കാനാണോ? ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ വേണ്ടിയാണോ അവരുടെ സമരം നടത്തുന്നത്? അവരുടെ ദൈനംദിന ജീവിത മാർഗത്തിന് 232 രൂപയുള്ള തുക അവർക്ക് വർദ്ധിപ്പിച്ച് നൽകണം. അവരാവശ്യപ്പെട്ടത് ദിവസം 700 രൂപ വേണമെന്നാണ്. വേണ്ട, നിങ്ങൾ 1 രൂപ കൂട്ടിക്കൊടുക്കാദ്യം. നിങ്ങൾ 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്ക്. നിങ്ങളൊന്ന് ചർച്ച നടത്ത്. ഞങ്ങൾ ചർച്ച നടത്തി 3 തവണ, വലിയ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ, 3 തവണ ചർച്ച നടത്തിയെന്ന്. നടത്തിയിട്ട് എന്താ ഉണ്ടായത്? മന്ത്രി പറയുന്നു ഞാൻ കേന്ദ്രത്തിൽ പോയി സംസാരിക്കാമെന്ന്. കേന്ദ്രത്തിൽ പോയി സംസാരിക്കുന്നത് ഇൻസെന്റീവിനെ കുറിച്ചല്ലേ? ഇൻസെന്റീവിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാർ ആവശ്യം ഉന്നയിച്ചല്ലോ. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരാവശ്യപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്നല്ലേ? ആ സംസ്ഥാനത്തിന്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തത്? പിന്നെ ആരും മിണ്ടില്ലല്ലോ. ഇന്നലെ ചർച്ച വിളിച്ചതിന്റെ പേരിൽ ശിവൻകുട്ടിയെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ ശിവൻകുട്ടിയോട് മുഖം കറുപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇന്ന് ശിവൻകുട്ടി തിരിച്ചു മറുപടി പറയുന്നത്. ആദ്യം പറഞ്ഞത് എന്നെ കാണാൻ വരുന്നവരെ ഞാൻ കാണുമെന്നൊക്കെയാണ്. ചോദ്യം ആശാ വർക്കർമാർ ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് CITU കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി PP പ്രേമ കുറിച്ചു. ശ്രീമതി PP പ്രേമ, ഇന്നലെ നിങ്ങൾ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചെയ്തു. നല്ല കാര്യം. കേന്ദ്രത്തോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ഇവിടെ നിങ്ങൾ തന്നെ പറയുന്ന മട്ടിൽ 1% മാത്രമുള്ള, അത് തന്നെ ഒന്നാം തരം ഇടതുപക്ഷ വിരുദ്ധതയാണ്, ഒന്നാം തരം ജനാധിപത്യ വിരുദ്ധതയാണ്. പോട്ടെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ശ്രീമതി PP പ്രേമ, ഈ പറയുന്ന 1% വരുന്ന ആശമാർ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ ഇന്നലെ പറയുന്നത് കേട്ടു. എന്തൊരു തൊഴിലാളി വിരുദ്ധ വർത്താനമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടോ ശ്രീമതി പ്രേമ? ഞങ്ങൾ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ തൊഴിലാളികളെ തള്ളി പറയുന്ന വിഭാഗമായിരുന്നു ഞങ്ങളെങ്കിൽ ഈ ഇടതുപക്ഷ ഭരണകാലത്താണ് ഞങ്ങൾക്ക് ഉത്സവ ഭത്ത തന്നിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് 6300 രൂപ വരെ ഹോണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഞങ്ങൾക്ക് ആശമാരായി മാന്യമായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഞങ്ങൾക്ക് പല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടായത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള കേരളത്തിൽ ഈ ആശമാരെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു പോരുന്ന കേരള ഗവൺമെന്റിനെതിരെ ഞങ്ങളത് പറയാൻ പ്രത്യേക കാരണം, ഒന്ന്, ഈ സമര സഖാക്കൾ വന്ന് സമരത്തിൽ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? ഏതാണ് ഈ സ്കീം എന്ന് പറയുന്നത്? കേരളം ഉണ്ടാക്കിയ 232 രൂപ ആണ് ഹോണറേറിയം. കുറച്ച് സമയം അവസരം നൽകണം. നിങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് പറയാനുള്ള അവസരം നൽകണം. നിങ്ങൾ മറ്റുള്ള 4 ആളുകളെ സംസാരിപ്പിച്ച് ഒരു സെക്കൻഡ് ഞങ്ങൾ 300 രൂപ എന്ന ആവശ്യം അന്യായമാണോ പ്രേമ? അല്ല, ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു പൂർത്തിയാക്കൂ. 300 രൂപ എന്ന ദിവസക്കൂലി അന്യായമാണോ? അല്ല, ഒരാഴ്ചക്ക് 300 രൂപയാണോ കിട്ടുന്നത്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്? ഒന്ന്, തീർച്ചയായും 10,000 രൂപ ഒരാഴ്ച മാസം കിട്ടുന്നുണ്ട്. ഒരാഴ്ചക്ക് 10,000 കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുണ്ടല്ലോ, അതിൽ റോസമ്മ എന്ന് പറഞ്ഞ ആശാ വർക്കർ ഇതുപോലെയായിരുന്നു നേരത്തെ ചാനൽ ചർച്ചയിൽ സംസാരിച്ചിരുന്നത്. 200 ചില്ലാണ് രൂപയാണ്. ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. കാരണം ഫിക്സഡ് ഇൻസെന്റീവ് 3,000 രൂപയും 7,000 രൂപ ഹോണറേറിയവും നിർബന്ധമായിട്ടും ഒരാഴ്ചക്ക് കിട്ടും. അതിനു പുറമെ നിശ്ചിത ഇൻസെന്റീവും കിട്ടും. ഇത് കൂട്ടി നോക്കിയാൽ എത്രയുണ്ടാകുക? നിങ്ങൾ എന്ത് കണക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ഇങ്ങനെ ആളുകൾ 1 ലക്ഷം ഉണ്ടോ? പോട്ടെ, 1 ലക്ഷം ഒന്നുമില്ലല്ലോ. പോട്ടെ പ്രേമ, ശ്രീമതി പ്രേമ, എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം അതേയായിരുന്നില്ല. എന്റെ ചോദ്യം, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണം ഒരു തൊഴിലാളി വർഗ നേതാവായ താങ്കളുടെ വായിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അത് എത്രമാത്രം തൊഴിലാളി വിരുദ്ധ പ്രസ്താവനയാണെന്ന് ബോധ്യത്തിൽ തന്നെ പറയുന്നതാണോ? ഇവരെങ്ങനെയാണെന്ന് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക? ഇവരെങ്ങനെയാണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും RSSും SDPയും ഒക്കെ ഉണ്ട് എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് നിങ്ങൾക്കുണ്ടോ? അല്ല, ഒരു ആശാ വർക്കർമാരെ സംരക്ഷിക്കാനുള്ള സമരമല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇതിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് പോയി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വമെല്ലാം ഞങ്ങൾ എല്ലാവരെയും ഈ SUCIന്റെ സ്വതന്ത്ര സംഘടനേന്റെ, അവരന്ന് അവിടെ പറഞ്ഞത് ഞങ്ങൾ SUCIന്റെ ആളല്ല, സ്വതന്ത്ര സംഘടനേന്റെ ആളാണ്.
ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഇപ്പം രജിസ്ട്രേഷന് വേണ്ടി ഇടപെടുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വിഭാഗം സ്വതന്ത്ര സംഘടന ആയിക്കോട്ടെ, അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങളത് തുടക്കത്തിലെ ഞാൻ സംസാരിക്കുന്ന വേദിയിലൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനോടല്ല എതിർപ്പ്. അവരെവിടെയാണ് ആ മുദ്രാവാക്യം ഉയർത്തേണ്ടത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവർക്ക് സാധ്യതയ്ക്ക് അനുസരിച്ച് ഇടപെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് ആ മുദ്രാവാക്യം ഉയർത്താം. പക്ഷേ ഇവിടെ 14 മാസക്കാലം ഹോണറേറിയം 10,000 രൂപ ഓണറേറിയം കൂട്ടണം എന്നുള്ള ആവശ്യം അന്യായമാണെങ്കിൽ 10,000 രൂപ ഓണറേറിയം വേണമെന്ന ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യം ഉന്നയിക്കേണ്ടത് കേന്ദ്രത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് എളമരം കരീം ഈ കേരള സംസ്ഥാനത്തിന് നിയമസഭയിൽ ആശമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി കൊടുക്കണം എന്ന ആവശ്യം വ്യാജമായി മുന്നോട്ട് വെച്ചത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ആശമാരുടെ ആവശ്യം വ്യാജമാണെങ്കിൽ നിങ്ങളുടെ നേതാവ് എളമരം കരീം പറഞ്ഞതും അന്ന് വ്യാജമല്ലേ? അല്ല, ഞങ്ങൾ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ ഫെബ്രുവരി 6-ാം തീയതി ഉന്നയിച്ച സമരത്തിലും പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ അനുരഞ്ജന ചർച്ചയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, കഴിഞ്ഞ NHM ഫണ്ട് പോലും കേരളത്തിന് കൃത്യമായി കിട്ടാതെ, നികുതി വിഹിതം പോലും കിട്ടാതെ കേരളത്തെ സാമ്പത്തികമായി അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് തനതായ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്ത് കഴിയുമ്പോഴേ ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കൂ. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവരോട്, നമ്മൾ ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യാം. ശ്രീമതി പ്രേമയുടെ നിലപാട് ഇത്തരത്തിൽ അല്ല, കിട്ടാനുള്ളത് കിട്ടുമ്പോൾ അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് അത് വ്യക്തമാണ്. ഈ സർക്കാർ അട്ടിമറി, ജമാഅത്തെ ഇസ്ലാമി, വിമോചന സമരം തുടങ്ങി വ്യാജങ്ങൾ പറയുന്നതിനേക്കാൾ താങ്കൾ പറഞ്ഞ് നീർക്കുന്നവർ വ്യക്തമാണ്. ശ്രീമതി പ്രേമ പറയുന്നത് ഈ പറയുന്ന ഒരു ദിവസം 232 എന്നുള്ളത് 3,000 രൂപയാക്കി, 7,000 എന്നുള്ളത് 10,000 രൂപയാക്കി മാറ്റാനുള്ള സാമ്പത്തികാവസ്ഥ കേരളത്തിന്റെ ഖജനാവിനില്ല. കേരളത്തിന്റെ ഖജനാവ് അത്രമേൽ ശുഷ്കിച്ചിരിക്കുകയാണ് എന്നതാണ് പ്രേമയുടെ ബോധ്യം. അങ്ങനെയല്ലേ? എന്തുകൊണ്ട് സൂക്ഷിച്ചു അതും കൂടി നിങ്ങൾ കാണണം. അതിനെതിരെ ശുഷ്കിച്ചിരിക്കുകയാണപ്പോ നിങ്ങള് ഈ ചാനലുകാര് എന്തെങ്കിലും ഒരക്ഷരം ഈ കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ളത് തരാത്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ? ഇപ്പം 72 കോടിയോളം രൂപ 2023 അല്ല 2023-24 NHM ഫണ്ട് 72 കോടിയോളം തരാനുള്ളത് ഞങ്ങളെ ഇൻസെന്റീവ് തരേണ്ടതായിരുന്നു. ഇന്ന് വരെ തന്നിട്ടില്ല. 300 കോടിയോളം ഇനിയും കിട്ടാൻ കിടക്കുക. ആ സമയത്തൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ സഹായമായിട്ട് വന്നിട്ട് ആ ഇൻസെന്റീവ് ഒരു തുക പോലും, ഒരു രൂപ പോലും ബാക്കി വെക്കാതെ നൽകിയിട്ട്. അപ്പോൾ ഒരു സമിതി പഠിച്ചാൽ ശ്രീമതി പ്രേമ PP, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആശമാരുടെ സമരം, ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ ഒരു സമിതി പഠിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇപ്പൊ ശരി കേന്ദ്രം കഴുത്തു വയ്ക്കുന്നതാണ്, നമ്മുടെ ഖജനാവിൽ 5 പൈസ ഇല്ല. ഈ പറയുന്ന 232 രൂപ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് 300 രൂപ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലില്ല. നമ്മൾ അത്ര ഗതികെട്ടവരാണ് എന്നതാണ് നമ്മുടെ പരമദയനീയമായ സാമ്പത്തികാവസ്ഥയെങ്കിൽ പിന്നെ സമിതി വെക്കുമെന്ന് പറയുന്നത് ഒരു വ്യാജ വാഗ്ദാനമല്ലേ? ഏത് സമിതി വന്നാലാണ് അപ്പോൾ ഇല്ലാത്ത പൈസ കൊടുക്കാൻ പറ്റുക? ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യം എന്താണ്? നേരത്തെ ഞങ്ങൾ ഓരോ സമരം നടത്തുമ്പോൾ, ഇപ്പം 2007 ആശാ വർക്കർമാർ വന്നത് മുതൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാര് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലും DHSന് മുൻപിലും ജില്ലാ തലത്തിലും സമരം നടത്തിയിട്ടുള്ളത്. ആ സമരത്തിലൊക്കെ തന്നെ വളരെ അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുത. അതിന് ഉത്തമ ഉദാഹരണമാണ് എല്ലാ ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങളെയും വിളിച്ചിരുത്തി ഇപ്പം ഇത് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റും, ഏതെങ്കിലും തരത്തിൽ ആശാ വർക്കർമാർക്ക് ഹോണറേറിയം കൂട്ടിക്കൊടുക്കാനുള്ള സ്രോതസ് കണ്ടെത്താൻ വേണ്ടി പറ്റുമോ? അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് ഒരു ഹോണറേറിയം കൂടുതൽ വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാലല്ലേ ഹോണറേറിയം വാങ്ങാൻ വേണ്ടി കഴിയുക. പല പ്രതിസന്ധികളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബേസിക് ചെയ്യുന്ന കഷ്ടപ്പെട്ട പണിക്ക് രാവിലെ മുതൽ രാത്രി വരെ ഇന്ന സമയമില്ലാതെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ പോലും ഈ പറയുന്ന വിയർപ്പ് ചോരയാക്കി പണിയെടുക്കുന്ന പൈസക്ക് 232-300 രൂപയ്ക്ക് ആക്ക്. ബാക്കി കാര്യം പിന്നെയാണല്ലോ. താങ്കൾ മറ്റൊരു ചർച്ചയിലേക്ക് പോകണമെന്ന് അറിയാം. താങ്ക് യു ശ്രീമതി പ്രേമ. പക്ഷെ ഒറ്റ കാര്യമുണ്ട് കേട്ടോ പ്രേമ, ഇവിടെ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപ
വാരിക്കോരി കൊടുത്തതിന്, KV തോമസിന് വാരിക്കോരി കൊടുക്കുന്നതിന്, ഇവിടെ മറ്റു കാര്യങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിന് നമ്മുടെ ഖജനാവിന് ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു മുട്ടുമില്ല. അടിസ്ഥാന വർഗത്തിന് പണം കൊടുക്കാനാവുമ്പോൾ മാത്രമേ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള നമ്മുടെ ഖജനാവിന്റെ പ്രശ്നമുള്ളൂ. വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും. ഓക്കെ, താങ്ക് യു. ശ്രീ ഞാൻ ടി പി ജയേന്ദ്രനിലേക്കും ഞാൻ ചാമക്കാലിലേക്കും എത്താം. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ വളരെ പെട്ടെന്ന് മിനി ചുരുക്കി പറയണം. പ്രേമ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ്. ഈ പറയുന്ന രീതിയിൽ വിമോചന സമരം, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, RSS, SDPI, മഴവിൽ സഖ്യം എന്നൊക്കെ ഈ സമരത്തെ നേരിടാൻ പറയുന്ന ചുമ്മാ പുളുവാക്കുകളാണ്. യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം കേന്ദ്രം പണം കൊടുക്കാത്ത കാരണം. നിങ്ങൾക്ക് 2000 അല്ല ഒരു 7000 10,000 ആക്കി തരാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അതാണ് ഇതിന്റെ ബേസിക് ഫാക്ടർ. ആ കയ്യിൽ പൈസ ഇല്ലാതെ സർക്കാർ തെണ്ടിത്തിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എത്ര സമരം നടത്തി എന്ത് കാര്യം? ശ്രീമതി മിനി, ഇവിടെ സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലെന്ന് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടുന്നത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. പിന്നെ പണി ചെയ്തിട്ട് കൂലി തരില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, പ്രേമ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 12 വർഷമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ്. ഞങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ഇതൊരു സ്വതന്ത്ര യൂണിയനാണ്. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു എന്നത് ആ അവകാശങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്കൊരു തടസ്സമേ അല്ല. അതാണ് അതിനകത്ത് അടിസ്ഥാന കാര്യം. ഇനി സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ജനുവരി 20-ാം തീയതി CI2 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൻ്റെ ഡിമാൻഡ് 15,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അവരെപ്പോഴാണ് അത് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചത്? അപ്പോൾ വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊന്നും യാതൊരു അടിത്തറയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സമിതി ഉണ്ടാക്കിയാൽ പരിഹരിക്കാവുന്ന വിഷയമല്ല. ഇവരെന്താ വിചാരിച്ചത്? വലിയ ട്രേഡ് യൂണിയൻ വന്നിരുന്ന് കൈകാര്യം ചെയ്ത് ഒരു സമിതി ഉണ്ടാക്കി കൈ തന്ന പിരിഞ്ഞു പോകുന്ന ആളുകളാണെന്ന് വിചാരിച്ചു. ഇവർക്ക് അവിടെ തെറ്റി. ഇവർ ഹാലിളകുന്നത് അതുകൊണ്ടാണ്. ഈ പ്രേമയാണെങ്കിലും അവരുടെ മറ്റു നേതാക്കളാണെങ്കിലും ശരി തന്നെ ഇത്രയും സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ, തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ കൂടെ ഇരിക്കുന്ന നേതാക്കൾ എടുക്കുമ്പോൾ ഇവർക്ക് എന്ത് മറുപടിയാണ് അവരോട് പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല. അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറപ്പുളവാക്കുന്ന വാക്കുകൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ് അവരെ കുറിച്ച്. അവർ ഭരണാനുകൂല സംഘടനയാണ് ശ്രീമതി മിനി. അവർക്ക് ഭരണത്തിൽ അവരുടെ നേതാക്കൾ പറയുന്നതല്ലാതെ തിരിച്ചൊരൊറ്റ വാക്ക് പറയാനുള്ള, പുറത്തെന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മറിച്ചൊരു വാക്ക് പറയാനുള്ള ശക്തിയൊന്നും ഈ പറഞ്ഞ CI2-നൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കാവും. ശ്രീമതി പ്രേമയ്ക്കൊക്കെ ഉണ്ട് എന്നങ്ങ് തെറ്റിദ്ധരിക്കാവും. അവർ അധികാരത്തിന്റെ ഭാഗമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പോട്ടെ, INTUC അധികാരത്തിന്റെ ഭാഗമല്ലോ. INTUC നിലപാട് എന്താണ്? അപ്പോൾ പിന്നെ CI2-നെയും പാവം പ്രേമയും കുറ്റം പറയണം. വിട്ടേക്കു, ഞാൻ എത്താം. ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കേന്ദ്രത്തിന് ആശമാരുടെ സമരം കേരളത്തിൽ മാത്രമല്ലെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടെന്നും UP-യിലടക്കമുള്ള ആശമാർക്കുള്ള വേതനമൊക്കെ നമ്മൾ പലയാവർത്തി ചർച്ച ചെയ്തതാണ്. പോട്ടെ, അന്നൊന്നും ആ സമരം കാണാതിരുന്ന കേരളം, കേന്ദ്രം, സുരേഷ് ഗോപിയൊക്കെ വന്ന് ആ സമരപ്പന്തൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയപ്പോഴേക്കും കേന്ദ്രം അത് മനസ്സിലാക്കുന്നു. നഡ്ഡ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ശ്രീ ടി പി ജയേന്ദ്രൻ, പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹാഷ്മി, ഒരു പ്രഖ്യാപനമെങ്കിലും ഉണ്ടായി എന്നും നമുക്ക് ചിന്തിക്കാം. നോക്കൂ, ഇവിടെ ആശാ വർക്കർമാർ, നമ്മുടെ CPOയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ മാസങ്ങളായി അല്ലെങ്കിൽ ദിവസങ്ങളായി സമരത്തിലാണ്. ഇതുവരെ നമ്മൾ കേട്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ സമരം നയിക്കാനുള്ള അവകാശം കേരളത്തിലെ 2 സംഘടനകൾക്കേ ഉള്ളൂ. അതൊന്ന് CI2 ആണ്, മറ്റൊന്ന് INTUC ആണ്. ഈ 2 ഞങ്ങളോട് ചോദിക്കാതെ ആരാണ് കേരളത്തിൽ സമരം ചെയ്യാനുള്ള, പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിച്ചത്? ഞങ്ങൾക്കാണ് ഇതിനുള്ള അട്ടിപ്പേർ അവകാശം എന്നുള്ളതല്ലേ ഒരു തർക്കം. മാത്രവുമല്ല, ഇവിടെ ഹാഷ്മി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ആശാ വർക്കർമാരുടെ സമരം ന്യായമല്ല എന്ന അവകാശം ആർക്കുമില്ല. ആശാ വർക്കർമാർക്ക് 2 തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക അപര്യാപ്തമാണ് എന്നും അത് വർദ്ധിപ്പിക്കണമെന്നുമുള്ള കാര്യത്തിലും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും, കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഭരണമില്ലാത്തവർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? 2 സർക്കാരുകളുടെ സമീപനമാണ് ഹാഷ്മി നമ്മൾ ചിന്തിക്കേണ്ടത്. നോക്കൂ, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ പുതിയൊരു മുദ്രാവാക്യമായിട്ട് അവതരിപ്പിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടം നടത്തിയ ഇടതുപക്ഷം മനസ്സുള്ള കൂടുതൽ ആളുകളുടെ സംസ്ഥാനമാണ് കേരളം. ഇതുവരെ താങ്കൾ തന്നെ പറഞ്ഞു, അല്പം വൈകിയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി മൗനം പാലിച്ചിരുന്ന ഒരുപറ്റം ആളുകൾക്ക് പോലും നിശബ്ദത പാലിക്കാനാവുന്നില്ല. ഹാഷ്മി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ വായിൽ നിന്നും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്
AKG സെന്ററിലെ ക്യാപ്സ്യൂളുകളല്ല. നോക്കൂ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അവരുടെ വിഹിതം പറ്റി, ഭരണത്തിന് ഓരം പറ്റി, ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യം പറ്റിയ സച്ചിദാനന്ദൻ പറയുന്നു, കോർപ്പറേറ്റ് സിഇഒയെ പോലെ പെരുമാറുന്നത് എൻ്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം ലജ്ജിക്കുന്നതോടൊപ്പം പറയുന്നു, ദൗർഭാഗ്യകരമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഹാഷ്മി, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞു, ചർച്ച നടത്തുന്നത് പ്രഹസനത്തിനു വേണ്ടിയാണ്. ചർച്ച നടത്തുന്നത് ശുദ്ധമായിട്ടല്ല. ഇന്നൊരു പക്ഷേ ഈ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ തൊട്ട് തലേ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ പലരും പറഞ്ഞു ആരുടെയും പിന്തുണയില്ല എന്ന്. ഒരു കാര്യം ഹാഷ്മി നമ്മൾ തുറന്ന് സമ്മതിക്കണം, കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇവരുടെ പിന്തുണ എത്രയുണ്ട് എന്നും ഇവർക്ക് ആരാണ് തൊഴിൽ കൊടുത്തത് എന്നും ഇവർ എന്ത് തൊഴിലാണ് ചെയ്തത് എന്നും നമുക്കിപ്പോൾ വ്യക്തമാകുന്നു. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വടകര സമ്മേളനത്തിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എല്ലാ സമ്മേളനത്തിലും എങ്ങനെയാണ് ആൾക്കാർ എത്തുന്നത് എന്ന് ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആശാ വർക്കർമാരെയും ഈ നമ്മുടെ തൊഴിലുറപ്പുകാർക്കും കേന്ദ്ര പദ്ധതിയാണ് എന്നൊക്കെ നമ്മൾ പറയും ഹാഷ്മി. പക്ഷേ ഇവർക്ക് പണി കൊടുക്കുന്നത് ആരാ? ഇവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ പണി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് വടകരയിലെ മുഖ്യമന്ത്രിയുടെ സമ്മേളന നഗരിയിൽ കൂവാൻ പോലും ആളുകളെ കിട്ടിയില്ല? 1% പിന്തുണയാണ് എന്ന് പറയുന്ന അസ്കറും പ്രേമയും 1% പിന്തുണയാണെങ്കിൽ വടകരയിൽ ഒഴിഞ്ഞ കസേരകളെ നോക്കി കൊഞ്ഞനം കുത്തിയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുമായിരുന്നോ? ഇവരാർക്കാണ് പണി കൊടുക്കുന്നത്? പദ്ധതിയുടെ പേര് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ പേര് പറയും, പക്ഷെ തൊഴിൽ കൊടുക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ തൊഴിലും ചെയ്യണം. ആശാ വർക്കർമാർ എടുക്കേണ്ട പണി മാത്രമല്ല, 8 മണിക്കൂർ. സുരേഷ് ഗോപിക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട. അന്യായമാണോ? ഞാൻ പറയും, സുരേഷ് ഗോപിക്ക് ഇപ്പോ ആശാ സമര പന്തലിലോട്ട് പോകണ്ട. അവർക്ക് വടിയും കുടയൊന്നും എടുത്ത് കൊടുക്കണ്ട. അവിടെ പിന്നെയും മഴ പെയ്തിട്ടുണ്ട്. കേട്ടോ, പിന്നെയും മഴ പെയ്തപ്പോൾ ടാർപ്പോയോ കുടയോ കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയും നാളെ വിഷുവാണ് കേട്ടോ. നാളെ വിഷു കഴിഞ്ഞിട്ടായി പോകുന്ന നമുക്ക് കാണാമല്ലോ. പൊങ്കാലക്കൊല ഇപ്പോൾ കൊടുക്കേണ്ട സുരേഷ് ഗോപി കൊടുക്കും. സുരേഷ് ഗോപി ഇപ്പോൾ ആ പന്തലിലേക്ക് കാണാനേ ഇല്ല. BJP നേതാക്കളെയും കാണാനില്ല. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കുറ്റമൊന്നുമല്ല. എവിടെയും എന്താണ് പണം ഉലുത്തിയിടുന്ന മരമൊന്നുമില്ല എന്ന് മാധ്യമങ്ങൾ നേരെ ചാടിക്കയറി സുരേഷ്. അദ്ദേഹത്തിന്റെ ശൈലിശീലം അത് പോട്ടെ, അത് വിട്ടേക്കൂ. ഈ പ്രഖ്യാപനം ഉണ്ടായിട്ട് എത്ര നാളായെന്നേ? JP നഡ്ഡ പാർലമെന്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ട് എത്ര നാളായി? ശരി, താങ്കൾ ഈ പറയുന്നത് പോലെ ഈ സർക്കാർ തൊഴിലാളി വിരുദ്ധമാണെന്ന് രാഷ്ട്രീയമായി അംഗീകരിക്കുക. തൊഴിലാളി വിരുദ്ധമല്ലാത്തൊരു സർക്കാർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അവിടെ ആ സർക്കാർ എന്തു ചെയ്തു? TP ജയേന്ദ്രൻ ഈ പറയുന്ന വാചകവടി അല്ലാതെ. അല്ല ഹാഷ്മി, ഇതിന് എന്നാണ് ഇതിന്റെ കാലാവധി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്? കേരളത്തിലെ ഇടതു മാധ്യമ പ്രവർത്തകന്മാർ എത്ര ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണമെന്നാണ്? ഹാഷ്മി, ഈ വേദിയിൽ വന്ന് 2 പേര് ഒരു കാര്യം പറഞ്ഞു. എത്ര തീർപ്പ് കൽപ്പിക്കും? ഞങ്ങളൊന്ന് വിളിച്ചു വരുത്തി എത്ര ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കും? പക്ഷേ 63ാം ദിവസമാണ് ഈ സമരം. 63 ദിവസമാണ് ഈ സമരം. ഇവിടുത്തെ സമരം ഗുജറാത്തിൽ കൂട്ടത്തോടെ നിങ്ങൾ പിരിച്ചുവിട്ടു. 2000-ഓളം പേരെ നിങ്ങൾ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. അതുണ്ടായില്ലല്ലോ ഇവിടെ. എങ്ങനെ കേട്ടില്ല? അല്ല ഹാഷ്മി, ഗുജറാത്തിൽ 2000-ഓളം ആരോഗ്യ പ്രവർത്തകർ സമാനമായ ആവശ്യം നടത്തിയവരെ കൂട്ടത്തോടെ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടു നിങ്ങളുടെ സർക്കാർ. അല്ല ഹാഷ്മി, കുറച്ച് മുമ്പേ ഇവിടെ ചോദിക്കുമ്പോൾ ഗുജറാത്തിലേക്ക് പോകുന്ന നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ ബാനർ കണ്ടിട്ടുണ്ടോ? കേരള ആശാ വർക്കർമാരുടെ സമരം, ഹാഷ്മിയുടെ പിന്തുണയ്ക്കുന്ന സംഘടനയുടെ തൊഴിലാളികൾ അവിടെ ഉണ്ടല്ലോ. അവിടെ വലിയ സംഘടനയില്ലേ? അവരും ഇത്തരത്തിലുള്ള സമരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസ്ഥാന സർക്കാരിന് ചെയ്തോ? ഹാഷ്മി തന്നെ ഇവിടെ പറഞ്ഞു, വിലക്കയറ്റം കൊണ്ട് കൊടികുത്തി വാഴുന്ന കേരളത്തിൽ, നികുതി ഊറ്റിക്കുടിക്കുന്ന കേരളത്തിൽ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹാഷ്മി നേരെ ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്തിലെ കാര്യം നോക്കാൻ ഹാഷ്മി ഗുജറാത്തിലെ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരില്ലേ? ഗുജറാത്തിൽ അത്ര തൊഴിലാളി വിരുദ്ധത കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞതാ. ഗുജറാത്തിൽ അത്രയുമുള്ള തൊഴിലാളി വിരുദ്ധത കേരളത്തിൽ ഇല്ല എന്നതിന്റെ ഉദാഹരണം ഞാൻ മുന്നോട്ട് വെച്ചതാ. അവിടെ അവരുടെ ആശമാരുടെ വേതനം പുറത്തു പറയാൻ കൊള്ളാത്ത വേതനമാണ്. സമരം നടത്തിയ ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിടുക. രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇത്രയും വലിയ സമരം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്തുണയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണിൽ വലിയ കോലുകൾ കിടക്കുക. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് കേരളത്തിന്റെ കണ്ണിൽ കരട് എന്ന് പറയാ നിങ്ങൾ. ഹാഷ്മി, കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ കാണുന്ന കോലൊന്നും പലപ്പോഴും കോലും കരടും അല്ലാതായി പോയിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടതല്ലേ? അത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കാര്യത്തിലായാലും കേരളത്തിലെ വോട്ടിന്റെ കാര്യത്തിലായാലും ഹരിയാനയുടെ കാര്യത്തിലായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ കാണുന്ന കോല് കരട് പോലുമല്ല.
മാത്രമല്ല ഹാഷ്മി, ഇതൊന്നും വിലയിരുത്തേണ്ടത് നമ്മളല്ലല്ലോ, ന്യായാധിപന്മാർ, ഈ രാജ്യത്തെ തൊഴിലാളികളല്ലേ. ആശാവർക്കർമാരുടെ പ്രതിനിധികളും CPOയുടെ പ്രതിനിധിയും ഈ യോഗത്തിലുണ്ട്. ഈ രണ്ട് സമരത്തെയും ഈ ക്യാപ്സൂൾ കൊണ്ട് ഹാഷ്മി വിചാരിച്ച വഴിതെറ്റി തിരിച്ചുവിടാൻ സാധിക്കുമോ? കഴിഞ്ഞ 63 ദിവസം ഇവർ സഹന സമരം നടത്തിയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഹാഷ്മി, ഇതിനെ വഴിതെറ്റിക്കാനും കേന്ദ്രത്തിന്റെ തലയിലേക്ക് തള്ളിവിടാനുമുള്ള നിങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. ഇതിൽ പല എന്ത് തെളിവ് ഹാഷ്മി നമുക്ക് കിട്ടേണ്ടത്? ഇപ്പൊ കേന്ദ്രമാഷ ഒരു കുൽസിതവുമില്ല. ഞാൻ പറയുന്നത് കണക്കുകൾ വെച്ചാണ്, ഞാൻ പറയുന്നത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചാണ്. ഈ സമരം തുടങ്ങി കേന്ദ്രം എന്തോ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതയാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് സുരേഷ് ഗോപി വീണ ജോർജിന് പിന്തുണ അർപ്പിച്ച് പോയ സുരേഷ് ഗോപി പിന്നെ ആ പന്തലിന്റെ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ ആശമാരുടെ വേതനം തുലോം തുച്ഛം, പുറത്തു പറയാൻ കൊള്ളാത്തത്ര നാണംകെട്ട വേതനമാണെന്നും അവിടെ സമരം നടത്തിയ ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വസ്തുതയാണ്, സത്യമാണ് പറഞ്ഞത്. തിരികെ എത്താം. ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കാണ് ഞാൻ പ്രേമയിലേക്ക് പോയത്. ചാമക്കാല, പ്രേമയോട് ഞാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ, പ്രേമ തന്നെ പറഞ്ഞാണ് ഈ സർക്കാർ അട്ടിമറിക്കാൻ നോക്കുന്നത്, എങ്ങനെ അട്ടിമറിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നതിന് നേർക്കുന്ന മറുപടി പ്രേമ പറയുന്നില്ല, മറ്റെന്തൊക്കെ പറയുകയാണ്. ഇതൊക്കെ ഒരു പഞ്ചിന് പറയുന്നതല്ലേ ചാമക്കാല? ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാം, മഴവിൽ മുന്നണി, എന്തോ ഭീകരവാദികൾ, അക്രമകാരികൾ, സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്നവർ, വിമോചന സമരം, ഏറ്റവും ഒടുവിൽ MAV പറഞ്ഞ ചിരി വരും, പഴയ വിമോചന സമരം ആണ് ഇവർ നടത്തുന്നത്. ഇതൊക്കെ ഒരു പഞ്ചിന് പറയുന്നതല്ലേ? യാഥാർത്ഥ്യം പ്രേമ പറഞ്ഞു, സർക്കാരിന്റെ പക്കൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ 232 രൂപ ഒരു ദിവസം 100 രൂപ കൂട്ടി 300 രൂപ ആക്കി ഒരു മാസം 7,000 എന്ന് 10,000 രൂപ കൊടുക്കാനുള്ള പാങ്ക് സർക്കാരിനില്ല. എന്തു ചെയ്യും ചാമക്കാല? നോക്കൂ, ഇവിടെ പ്രേമ സംസാരിച്ചു. ഈ പ്രേമയെ പോലെ ഒരു തൊഴിലാളി വിരുദ്ധ നേതാവ് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നു എന്ന് കാണുന്നതിൽ, അതും CITUവിൻ്റെ നേതാവ് ഇരിക്കേണ്ടി വരുന്നതിൽ ആ സംഘടനയിൽപ്പെട്ടവർ ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തുന്നുണ്ടാവും. നോക്കൂ, അവർ പറഞ്ഞ വാചകങ്ങൾ ഒന്നൊന്നായി ഞാൻ പറയാം. ആദ്യം പറഞ്ഞെന്താണ്, ഹാഷ്മി ഇടപെട്ടപ്പോൾ പറഞ്ഞത് പറയാനുള്ള അവസരം നൽകണം. ഈ പറയാനുള്ള അവസരം ഈ സഹോദരിമാർ കഴിഞ്ഞ 63 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുമ്പോൾ അവരെ ഒന്ന് കേൾക്കാനുള്ള അവസരം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം പ്രേമ. താങ്കൾ വിളിച്ച് അവരോട് ചോദിക്കുമ്പോൾ, അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ സഹോദരിമാരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യുന്നില്ല? മറ്റുള്ളവർ ചർച്ച ചെയ്താൽ പോലും അവരെ ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ട്? CPMന്റെ നേതാക്കന്മാർ ഒന്നിന് പിറകെ ഒന്നായി അവരെ ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ അത്ഭുതപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് MM മണി ഇതുവരെ പുറത്തു വരാത്തതെന്ന്. എപ്പോഴോ വരേണ്ടിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻവെർട്ടർ കോമയിലിടാവുന്ന നാട്ടുഭാഷ, ആ ഭാഷ ഇതുവരെ വരാത്തതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഏതായാലും വരട്ടെ, വരും ദിവസങ്ങളിൽ അതും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ പിന്നെ നമ്മളെ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ ശബ്ദവും ചേട്ടൻ്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു വാചകം. അതുപോലെയാണ് ഇവിടെ പ്രേമയുടെ വാചകവും വീണ ജോർജിൻ്റെ വാചകവും ഒരുപോലെ ഇരിക്കുകയാണ്. വീണ ജോർജിൻ്റെ വാചകങ്ങൾ, വീണ ജോർജ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ ആവർത്തിക്കുകയാണ് പ്രേമ എന്ന CITUവിൻ്റെ ആശാവർക്കർമാരുടെ നേതാവ്. അതാണോ വേണ്ടത്? അവർ സമരം നടത്തിയല്ലോ, ഞാനതാ ചോദിക്കുന്നത്. അവർ സമരം നടത്തിയല്ലോ. ആ സമരത്തിൽ എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? ഓണറേറിയം വർദ്ധിപ്പിക്കണം. അസംബ്ലിയിൽ എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ എളമര കരീം പ്രതിദിനം 700 രൂപ അവർക്ക് ആനുകൂല്യം ലഭിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവിടെ നടത്തുന്നവരുടെ ജാതകം നോക്കുകയാണ്. ഈ സമരത്തിൻ്റെ രംഗത്തുള്ള നേതാക്കന്മാരുടെ ജാതകം നോക്കിക്കൊണ്ട് ഇതിന് തീരുമാനമെടുക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് CITU ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരും നടപ്പിലാക്കേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവുമാണ്. നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. കോർപ്പറേറ്റ് ഫാസിസം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ, വളരെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വാക്കാണ് ശ്രീ സച്ചിദാനന്ദൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ കോർപ്പറേറ്റ് ഫാസിസം? കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഒരു ആവലാതിയുമില്ല. അവർക്ക് വേണ്ടത് ഔട്ട്പുട്ട് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് 232 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ച് നൽകിയോ, നിങ്ങൾക്ക് ചോദിക്കുന്ന പൈസ തരുന്നുണ്ടോ, നിങ്ങളുമായി ചർച്ചയുണ്ടോ, നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ, നിങ്ങളുടെ വർക്ക് ലോഡ് എത്രത്തോളം ഉണ്ട്, ഇതൊന്നും പ്രശ്നമേ അല്ല. അവർക്ക് വേണ്ടത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, അതിനപ്പുറത്തേക്ക് തിരിച്ചൊരു ചോദ്യവും വേണ്ട എന്ന നിലപാട്. കോർപ്പറേറ്റ് ഫാസിസം പരമാവധി ഈ രാജ്യത്ത് കുറച്ചു വരേണ്ട സാഹചര്യത്തിൽ പോലും ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായി അത് നടപ്പിലാക്കുന്നത് കോർപ്പറേറ്റ് ഫാസിസമാണ് എന്ന് പറഞ്ഞ വാചകം ഈ സമരം വന്നതിന് ശേഷം ഞാൻ ഒരുപക്ഷെ കേൾക്കുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡാണ് ഈ കോർപ്പറേറ്റ് ഫാസിസം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ CPI നേതാക്കന്മാരുടെ പ്രതികരണം എന്താ? JDSന്റെ പ്രതികരണം എന്താ? ഘടകകക്ഷികൾ പോലും ഈ സമരത്തെ പരിഹരിക്കണം, ഇടപെട്ട് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് തുച്ഛമായൊരു ഇൻക്രീസെങ്കിലും അവരുടെ ഹോണറേറിയത്തിൽ വരുത്താൻ ബാധ്യത സർക്കാരിനില്ലേ? അവർ 63 ദിവസമായി സമരരംഗത്തല്ലേ? ആരെങ്കിലും അംഗീകരിക്കുമോ? ഇവർ പറയുന്നുള്ളൂ ഞങ്ങൾ പട്ടിണി രഹിത കേരള സംസ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. ഈ 232 രൂപ കൊടുത്താൽ ഈ 22,615 കുടുംബങ്ങളിലും പട്ടിണി മാറുമോ?
പറയണ്ടേ? നിങ്ങൾ പിന്നെ എങ്ങനെയാണ് പട്ടിണി മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അങ്ങനെ സംസാരിക്കാൻ? 22,615 തൊഴിലാളികൾ ഉള്ളതിൽ 1-2% കൂടെ ഉള്ളൂ എന്നാണ് ഒരു വാദം. രണ്ടാമത്തേത് എന്താണ്? പിന്നെ വർധനവ് നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. എന്ത് വിരോധാഭാസമാണ്? അപ്പോൾ ഈ സമരത്തെ പരിഹരിക്കണമെന്നും അതിനകത്ത് സമരവുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും അത് പരിഹരിക്കുവാൻ തയ്യാറാകാത്ത സർക്കാരിനെ സംബന്ധിച്ച് ഇവരുടെ സമരം കൊണ്ട് സർക്കാരിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉദാഹരണമായി ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഗർഭിണി ഹോസ്പിറ്റലിൽ ആശാവർക്കർമാരുടെ മേൽനോട്ടത്തിൽ പോകേണ്ടതുണ്ടെങ്കിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കൊണ്ടുപോകും. സ്വാഭാവികമാണ്, അവർക്ക് കൊണ്ടുപോയാലേ പറ്റൂ. അപ്പോൾ ആ സമരം പിന്നെ സർക്കാരിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലെങ്കിലും ഈ സാമൂഹ്യ സമ്മർദ്ദം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സാമൂഹ്യ സമ്മർദ്ദം ഈ സർക്കാർ മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. മനസ്സിലാകാത്തതല്ല, അവർക്ക് അതിനോട് മനസ്സില്ലെന്നേ കൂട്ടർക്കും ആ നിലപാട് മാറാ. ചാമക്കല, താങ്കൾ പറയുന്നുള്ളൂ ഇപ്പോൾ പ്രേമ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ 10,000 ആവശ്യപ്പെട്ടല്ലേ? ഇപ്പോൾ ജ്യോതി ചാമക്കല മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് CPM അല്ലല്ലോ. CPM അല്ലാത്തപ്പോൾ CITU ആണ് മഹാരാഷ്ട്രയിൽ അവിടുത്തെ സർക്കാരിനോട് 10,000 ആവശ്യപ്പെടും, അല്ലെ 26,000 ആവശ്യപ്പെടും. ഹരിയാനയിൽ ഭരിക്കുന്ന CPM അല്ല, അവിടുത്തെ സർക്കാരിനോട് CPM ഈ പറഞ്ഞ 21,000 ആവശ്യപ്പെടും. ഗുജറാത്തിൽ ഭരിക്കുന്ന CPM അല്ല, അല്ലെങ്കിൽ CPM ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്രത്തോടല്ല സംസ്ഥാന സർക്കാരിനോട് 21,000 28,000 ആവശ്യപ്പെടും. ഇവിടെ CPM അല്ല ഭരിക്കാതിരിക്കുമ്പോൾ എളമരം കരീം നിയമസഭയിൽ 10,000 ആവശ്യപ്പെടും. CPM ഭരിക്കുമ്പോൾ ഒരു CITU നേതാവ് ആശ ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രേമ പോലെയുള്ളവരൊക്കെ ഈ 21,000 കൊടുക്കണം, അല്ലെങ്കിൽ 10,000 അവർക്ക് ജോലി ചെയ്യുന്ന കൊടുക്കണം എന്ന നിലപാട് സ്വീകരിക്കണമെങ്കിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ നട്ടലുണ്ടാവണ്ടേ? അതൊക്കെ പ്രതീക്ഷിക്കണം. വിട്ടേക്ക്. ഹനീനയിലേക്ക് പോകുന്നു. ഹനീന, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി 19-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ 13-ാം തീയതി ആവുന്നു. വേണമെങ്കിൽ സർക്കാരിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു 10-200 പേരെങ്കിലും ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. 500 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. പ്രതീക്ഷയുണ്ടോ ഹനീന? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ ചർച്ചകളൊക്കെ കേട്ട് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു പക്ഷത്ത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തിരിക്കണവർ അവരവരുടെ ജോലിക്ക് കൂലിക്ക് വേണ്ടി പോരാടുന്നു. ഞങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നിട്ട് ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി പോരാടുന്നു. സത്യം പറഞ്ഞാൽ ഒരു നാണയത്തുട്ടിലെ 2 വശങ്ങളായിട്ട് വേണമെങ്കിൽ കാണാതിന്. കാരണം ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ എന്താ പറയുക, പ്രതീക്ഷയുടെ കിരണം പോയിട്ടുണ്ടോ എന്ന് സാറ് ചോദിച്ചാൽ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ലിസ്റ്റ് തീരണേൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഒഴിവുകൾ കൊടുത്ത സർക്കാരാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ കൈവിടാണ്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഞങ്ങൾ ഒരു ലേബലിലും അല്ല സമരം എന്നൊരു വാക്ക് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ അവസ്ഥ കാണിക്കുന്ന ഒരവസ്ഥ, അതാണ് ശരിക്കും ഞങ്ങളിപ്പോൾ സെക്രട്ടറിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ചെയ്യേണ്ട പല കഠിനമായ പരിശീലനങ്ങളുമാണ് ഞങ്ങൾ ആ ഒരു എക്സാമ്പിൾ മുഖേന ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഞങ്ങളെല്ലാത്തിനും തയ്യാറാണ്. ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗമാക്കൂ എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും സങ്കടത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല വാതിലുകൾ അടയുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഈ കർപ്പൂരം കത്തിക്കുന്നതായാലും കിടന്നുരുളുന്നതായാലും അല്ലെങ്കിൽ ക്രൗളിങ് എന്നുള്ള സാഹസികമായ പ്രവൃത്തി ചെയ്തിട്ടൊക്കെ നമ്മൾ സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടി തന്നെയാണ് സാർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. കാരണം എല്ലാ കൊല്ലവും 1000-ലധികം വേക്കൻസികളുള്ളൊരു ലിസ്റ്റാണ് ഞങ്ങളുടെ. പക്ഷെ ഞങ്ങളുടെ മാത്രം 8-ാം മാസം ഒരു ലിസ്റ്റ് വെച്ച് നിർത്തി. കാരണം ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി വിജയൻ സാറ് നിയമസഭയിൽ പറയണ്ടായിരുന്നു, സ്ത്രീ വനിതാ പ്രാതിനിധ്യം കൂട്ടും, 15% ഉയർത്തും. ആ ഒരൊറ്റ വാക്കുമ്പോഴാണ് ഞങ്ങൾ ഈ 11 മാസം പിടിച്ചു നിന്നത്. കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുക്കുമായിരിക്കും, മാർച്ച് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ എടുക്കുമായിരിക്കും. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് വെറും 19 വേക്കൻസിയാണ് ഞങ്ങളെ കാത്തിരുന്നത്. അതോടുകൂടി ഞങ്ങളെല്ലാവരും തളർന്നു പോവേണ്ടായിരുന്നത്. കാരണം വേറൊരു എന്താ പറയുക, വേറൊരു പ്രതീക്ഷ പോലും ഞങ്ങളുടെ മുന്നിലില്ലാണ്ടായപ്പോൾ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ തന്നെ തീരുമാനം എടുത്തു, ഇനി എന്ത് ചെയ്തിട്ടായാലും അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നാട്ടുകാരുടെ മുന്നിൽ ചോദിച്ചിന്നായ അവസ്ഥ, എന്ത് നേടി പഠിക്കാൻ പോയിട്ട്, എന്ത് നേടി തലകുത്തി മറിഞ്ഞ് ഫിസിക്കലും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത്രയും പഠിച്ച് വേറെ എന്തെങ്കിലും പഠിക്കാറുന്നില്ലേ, നിങ്ങൾ എന്തിനാ പോലീസ് തന്നെ സെലക്ട് ചെയ്ത്? ഞങ്ങൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ജോലി ആത്മാർത്ഥമായി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ ജോലി ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ എല്ലാവരും ചോദ്യത്തിന് മുന്നിലും നിസ്സഹായാവസ്ഥയോട് നിൽക്കുമ്പോൾ സർക്കാരിനോട് തിരിച്ചൊരു എന്താ പറയുക, ഞങ്ങളുടെ അപലപനീയത പ്രകടിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സെക്രട്ടറിന് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ലിസ്റ്റ് തീരണേ മുന്നിൽ സർക്കാർ കണ്ണു തുറക്കുന്നുള്ളൊരു സമരത്തിന് വിജയം ആശംസിക്കുന്നു. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അനാവശ്യ സമരമാണ് എന്നത് സർക്കാരിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, മറ്റാരും അത് പറയുകയുമില്ല. ബാക്കി അതിനെന്ത് സാങ്കേതിക ന്യായം പറഞ്ഞാലും. ഞാൻ എത്താം. ശ്രീ ബി എൻ ആസ്കർ, ഇവിടെ
ഇവിടെ 232 രൂപ എന്ന് പറയുന്നതും വിലക്കയറ്റം രൂക്ഷമായ കേരളത്തിൽ ജീവിക്കാൻ പര്യാപ്തമല്ലെന്നും അത് 300 രൂപ ആക്കണമെന്ന ആവശ്യം അങ്ങേയറ്റം നീതിയുക്തമായ ആവശ്യമാണെന്നും ഒരു +1 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കേരളത്തിൽ ബോധ്യമുണ്ട്. താങ്കൾക്ക് ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്. ശ്രീ അസ്കർ, ഇവിടെ സർക്കാർ പ്രേമ പറയുന്ന പോലെ സർക്കാരിന്റെ ഖജനാവ് അങ്ങ് ശുഷ്കിച്ച് വല്ലാത്ത അവസ്ഥയാണെങ്കിൽ PSC മെമ്പർമാർക്കും KV തോമസിനും അല്ലാത്തവർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചുമ്മാ ഹെലികോപ്റ്റർ വാടക ഇനത്തിലൊക്കെ വാരിക്കോരി തൂറ്റിക്കളൻ ഇഷ്ടംപോലെ ലക്ഷങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇവർക്കൊരു ദിവസം 100 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന അതിന് മാത്രം പണമില്ല എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അടിയന്തരമായി ദുർവാശി മാറ്റിവെച്ച്, അടിയന്തരമായി രാഷ്ട്രീയ ഈഗോ മാറ്റിവെച്ച് ദിവസം 300 രൂപ എന്ന തീരുമാനത്തിലേക്ക് ഈ സർക്കാർ എത്തുന്നില്ലെങ്കിൽ സച്ചിഭാഷ പറയുന്നത് പോലെ ഈ സർക്കാരിന്റെ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് മുഖം കൂടുതൽ അനാവൃതമാവില്ലേ? ഹസ്കർ. ഹഷ്മി, ഞങ്ങളിത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെടുന്നത് എന്താ? 300 രൂപ ആക്കണം എന്നല്ല. ഞങ്ങളുടെ ആവശ്യം 700 രൂപയാക്കണം എന്നാണ്. 21,000 രൂപ അടിസ്ഥാന ഓണറേറിയമായി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തെ അംഗീകരിക്കേണ്ടതാരാ? എന്താണ് ഈ ആശമാരുടെ പദ്ധതി എന്ന് പറയുന്നത്? കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ? കേന്ദ്ര ഗവൺമെൻറ് അല്ലേ അതിൻ്റെ ഇൻസെൻറ്റീവ് അടക്കം നമുക്ക് തരാനുള്ള തുക നൽകാതിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ആശമാരോട് തന്നെ CITUവിൻ്റെ നേതാവ് പ്രേമയുടെ വളരെ വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. മറിച്ച് ഇതൊരു ഇടതുവിരുദ്ധ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടി സ്ത്രീ വിരുദ്ധ ഗവൺമെൻറ്റാണ്, തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റാണ്. ഞങ്ങളുടെ ഈ ഗവൺമെൻറ്റിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ സമരങ്ങളിലൂടെ ഒക്കെ തന്നെ കടന്നു വന്നിട്ടുള്ള ആളുകളെയാണ്. അവരെ അങ്ങനെ അങ്ങ് തൊഴിലാളി വിരുദ്ധരും സ്ത്രീ വിരുദ്ധരുമായിട്ട് അങ്ങ് ചിത്രീകരിക്കുന്ന വാക്കുകളിലും എന്ന കാര്യം ഒരു സച്ചിമാഷിന്റെ വാക്കുകളൂടെ പറ. ജയേന്ദ്രമാഷിനെയും സച്ചിമാഷിനെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കിട്ട് മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഞാനതിലേക്ക് വരാം. ജയേന്ദ്രമാഷിനും സച്ചിമാഷും ചിന്തിക്കുന്ന ഒരേ രൂപത്തിലാണ് എന്ന് കൂടി പറഞ്ഞു കൂട്ടിക്കെട്ട്. ജ്യോതികുമാറിന്റെ ഭാഷയും മിനിയുടെ ഭാഷയും ഒന്നാകുമ്പോൾ തന്നെ ഇതിന്റെ അജണ്ട വളരെ കൃത്യല്ലേ? ആ അജണ്ട മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയം? ശരി അതിനാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ മഴവിൽ സഖ്യമെന്ന് പറഞ്ഞത്. തിരികെത്താം ഇടവേളയ്ക്ക്. അനീന, ഇവിടെ പോയ വർഷം അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ ഉണ്ടായ റാങ്ക് ലിസ്റ്റിൽ നിന്നും പരമാവധി ആളുകളെ എടുത്തതാണ്. ഈ വർഷം എടുക്കാൻ ചില കാരണങ്ങളുണ്ട് എന്ന് സർക്കാർ പറയുന്നു. മാത്രമല്ല പുതിയ പരീക്ഷ വരാൻ പോകുന്നു. അപ്പം നിങ്ങളെപ്പോലെ തന്നെ കുറേയധികം ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ എഴുതാനും പ്രയത്നിച്ച് കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് എല്ലാം കൂടി ചേർന്നൊരു ബാലൻസ്ഡ് സമീപനത്തിന് നിങ്ങളും തയ്യാറാവണം. അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും സമീപനത്തിൽ തയ്യാറ് തന്നെയാണ്. പക്ഷേ നമ്മൾ തൊട്ടു മുന്നിലുള്ള നിയമനങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പരീക്ഷ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇതിന് തൊട്ടു മുന്നിൽ വന്ന 502/2023 എന്നൊരു എക്സൈസ് ലിസ്റ്റിൻ്റെ തസ്തിക ആളില്ലാത്തത് കൊണ്ട് പരീക്ഷ വരെ നീട്ടിവെച്ച സർക്കാരാണ് നമ്മുടെ. അപ്പോൾ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൊല്ലം ഈ തസ്തിക സൃഷ്ടിച്ചിട്ട് ഒരു പ്രതീക്ഷ നൽകണത്? അവർക്കത് നീട്ടിവെച്ചൂടെ? പിന്നെ 743/2024 എന്നുള്ള ഒരു എക്സൈസ് കാറ്റഗറി നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയം തന്നിട്ട് അത് ഡിസ്പോസ്ഡ് ആക്കി കളഞ്ഞു. അതെന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ നിലവിലെ എക്സൈസ് തസ്തികയ്ക്ക് കുട്ടികളെ എടുക്കാൻ കിട്ടാത്തത് കൊണ്ട്, ഒഴിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞങ്ങളോട് മാത്രം നീതി നിഷേധമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഇപ്പം ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ നിൽക്കല്, പുതിയ ലിസ്റ്റിൻ്റെ ഫിസിക്കൽ കഴിഞ്ഞു, അടുത്ത ലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് തരാനില്ലാത്ത ഒഴിവ് അവർക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? അതിനുള്ള മറുപടി എന്ത് പറയും? ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് മറുപടി തരാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ള സത്യമാണ്. കാരണം ഓരോ ചോദ്യവും ഞങ്ങൾ കറക്റ്റ് വേയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തരുന്ന വേക്കൻസികൾ ഇപ്പോൾ നമ്മൾ നിയമസഭയിൽ തന്നെ കേട്ടു. നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കണക്കുകൾ നിരത്തുമ്പോൾ നമ്മുടെ അതാത് ഡിപ്പാർട്ട്മെൻ്റല്ല കേരളത്തിൽ ചെയ്യണത്. വെറും ഇപ്പോൾ പോലീസ് സേനയിൽ 15% വനിതാ പ്രാതിനിധ്യം എന്നൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഇനിയൊരു 300 പേരെടുത്ത് ലിസ്റ്റ് നിർത്താൻ. പക്ഷേ ഇനി 500 ചില്ലാൻ പേര് ഇനിയും ബാക്കിക്ക് എടുക്കുകയാണ്. തൂത്ത് തുടച്ചെടുക്കണമെന്നൊന്നും ഒരിക്കലും പറയൂല. കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ ഈ സമയത്ത് 600 പേര് കയറിയെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അത്രയും പോലും എടുക്കണില്ലല്ലോ എന്നുള്ളൊരു പരാതി മാത്രമേ നിലവിൽ ഒപ്പിയുള്ളൂ. അതിനൊരിക്കലും ഒരു വാശിയോ ഒന്നുമില്ല. കാരണം നമുക്ക് വാശി പിടിച്ച് നേടിയെടുക്കാൻ പറ്റണത് ശരിയാണ്. നമ്മൾ എക്സാം എഴുതി ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണേ. ഞങ്ങൾ അവകാശപ്പെട്ടതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാറത് മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ശരി,
ഓക്കെ തന്നെ. എന്നാലും ഇനിയൊരു മന്ത്രിസഭാ യോഗം വരാനുണ്ട്. അപ്പോൾ അതിലൊരു അനുകൂല തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സമരം ചെയ്യുന്നവർ ന്യൂനപക്ഷമാണെന്ന വാദം ഹിന്ദുത്വവാദികളെ അനുസ്മരിപ്പിക്കുന്നതാണ്. അധികാര രാഷ്ട്രീയം കൊണ്ട് മുരടിച്ചു പോയ കേരളീയ സമൂഹത്തിലെ തൊഴിലാളി രാഷ്ട്രീയത്തെ തിരിച്ചുകൊണ്ടുവരിക എന്ന ധർമ്മത്തിന്റെ ആദ്യ പടവ് കൂടിയാണ് ഈ സമരം. പറയുന്നത് ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടിയോ കെ സുരേന്ദ്രന്റെ പാർട്ടിയോ ഒന്നുമല്ല, കേരള സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദനാണ്. അപ്പോൾ സച്ചിദാനന്ദനെ സൈബർ കടന്നൽ കൂട്ടങ്ങളുടെ വേട്ടയിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി, RSS, എന്തോ മഴവിൽ സഖ്യം, SDPI തുടങ്ങിയ MV ഗോവിന്ദ മാഷുടെ ചാപ്പയിൽ നിന്നും ദൈവം കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നുകൊണ്ട് പൂർണ്ണമാവുന്നു.